ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2-ൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ ഒരു വിശേഷമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അലോക് നമ്മുടെ അനുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്ന സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കാരണം എവിടെയോ ഒരു കുറ്റബോധം, പക്ഷേ എങ്കിലും എന്തായിരിക്കും അലോകിൻ്റെ ഉള്ളിൽ, ഇനി യഥാർത്ഥത്തിൽ അലോകിൻ്റെ മനസ്സിനൊരു മനമാറ്റം വന്നോ? അപ്പം നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ടൊക്കെ പോകാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ 2 സീരിയലാണ് ഇടുന്നത്. സാന്ത്വനം 2 നമ്മുടെ മഴതോരും മുൻപേ ആണ്. സാന്ത്വനം വൈകിട്ട് 6 മണിക്കും നമ്മുടെ മഴതോരും മുൻപേ രാത്രി 9:30-ക്കുള്ളിലുമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മറ്റൊരു ചാനലായ സുമി മുഫാസ് മൻസിൽ രാവിലെ 6:30-ക്ക് ഇവർ വിവാഹിതരായാൽ ഇടുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച തോറും നമ്മുടെ പവിത്രം സീസൺ 2 ഇടുന്നുണ്ട്. ബാക്കി ദിവസങ്ങളിൽ ഞാൻ അപ്കമിങ് വിശേഷം പവിത്രം 12 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് ഇടുന്നുണ്ട്. പിന്നെ 2:30-ക്ക് കാറ്റത്തെ കിളിക്കൂട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് നമ്മുടെ ഈ ചാനലിന് വേണം കേട്ടോ, 2 ചാനലിനും. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ അനു തിരിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ഗോമതിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല. കാരണം വേറൊന്നുമല്ല, കാരണം എത്രയാണെങ്കിലും അനു എടുത്തൊരു തീരുമാനമാണ് ശരിക്കും ശരി എന്ന രീതിയിലാണ് ഗോമതിയുടെ നിലപാട്. കാര്യം വേറൊന്നുമല്ല, കാരണം നമ്മുടെ ഗോമതിക്ക് തൻ്റെ അമ്മ വന്ന്, അതായത് ഇന്ദിരാമ്മ വന്ന് തൻ്റെ കാല് പിടിക്കും പോലെയാണ് ചങ്ക് പൊട്ടി എൻ്റെ മുന്നിൽ കരഞ്ഞത്. എനിക്ക് അനുവിനെ പോലെ തന്നെയാണ് അലോക്. എത്ര കൊള്ളരുതാത്തവനാണെങ്കിൽ കൂടിയും അലോക് ജയിലിൽ കിടക്കുക, ഇപ്പം ഇത്രയും ദിവസമായി മോളെ, അത് കണ്ടും കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിയുടെ മനസ്സൊന്നലിഞ്ഞു. അപ്പോൾ ഈ ഗോമതിയും ഇന്ദിരാമയും സംസാരിക്കുന്നത് നമ്മുടെ അനു കേട്ടിരുന്നു കേട്ടോ. അനുവിൻ്റെ മനസ്സിൽ അപ്പം തന്നെ ചില തീരുമാനങ്ങൾ അനു എടുക്കണം. കാരണം ഈ ഒരു കേസ് കോടതിയും ഇങ്ങനെയുള്ള ഒരു കേസുമായിട്ട് പോകുന്നത് കൊണ്ട് പല മനസ്സുകളും ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലേ. 2 കുടുംബക്കാരും ഒരുപാട് വിഷമിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ശരിയായ ഒരു ന്യായമായ ഒരു തീരുമാനം എടുക്കണം. കാരണം അലോകിന് ഒരു ശിക്ഷ കൊടുക്കണം എന്ന് നമ്മുടെ അനുശ്രീയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ 2 ആഴ്ചക്കാലം അലോക് ജയിലിൽ കിടന്ന് പോലീസുകാരുടെ തല്ലും ഇടിയും ചവിട്ടും തൊഴിയും ഒക്കെ കിട്ടി അലോകിന് നല്ലൊരു മനമാറ്റം തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അനുവിൻ്റെ ഉള്ളിൽ വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം നമ്മുടെ അനുശ്രീ കോടതിയിൽ പറയാനും കാരണം. അനുവിനും മടുക്കാണ് കോടതി കേസ്, മടുത്തു അനുവിന്. കാരണം ഇങ്ങനെ എത്ര നാൾ പോകും ഒരാളുടെ ജീവിതം. എത്രയാണെങ്കിലും എപ്പോഴോ ഒരു നാളൊക്കെ തൻ്റെ മനസ്സിൽ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അലോക്. ആ ഒരു കൺസിഡറേഷനും കൂടെ ഉള്ളത് കൊണ്ടാകാം ഈ ഒരു തീരുമാനം അനു എടുത്തത്. അത് മാത്രമല്ല, നമ്മുടെ മിത്രയുടെ ഏട്ടനാണ് നമ്മുടെ അലോക്. മിത്ര എത്രയേറെ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചിട്ടാണെങ്കിലും മിത്ര ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെയാണ് അനു ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പം വീട്ടിലെത്തി കഴിയുമ്പോൾ ആരെയും കോടതിയിൽ വെച്ചേ നമ്മുടെ അനുവിനെ വഴക്ക് പറയണേ, നീ എന്ത് മണ്ടത്തരം അമ്മോളെ കാണിച്ചത്, കേസ് നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാവുമ്പോഴാണോ നീ ഈ ഒരു തീരുമാനം എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആര്യൻ ഇങ്ങെത്തുന്ന വരെ വഴക്കാണ്. അപ്പം നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, എടാ മോനെ, അവളുടെ മനസ്സിന് കംഫർട്ടായിട്ടുള്ള ഒരു തീരുമാനം അവൾ എടുക്കട്ടെ, നമ്മൾ അതിലൊരു അഭിപ്രായം പറയണ്ട. എന്നാൽ ഇല്ല, ഇത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അവന് കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും അവന് ശിക്ഷ കിട്ടേണ്ടതാണ്. അങ്ങനെ ദേവമംഗലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനന്ദും ആര്യനും മാറി മാറി നമ്മുടെ അനുവിനെ വഴക്ക് പറയണം. അപ്പോൾ അനു കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏട്ടാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒരു വശത്ത് നമ്മുടെ മുത്തശ്ശിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ അമ്മയ്ക്കും മനസ്സിൽ പ്രയാസമാണ്. കാരണം എത്രയാണെങ്കിലും അലോക് എന്ന് പറയുന്നത് അമ്മയുടെ ഏട്ടൻ്റെ മകനാണ്. അത് മാത്രമല്ല, മിത്രേച്ചി ഒരഭിപ്രായം പോലും പറഞ്ഞില്ലെങ്കിലും മിത്രേച്ചിയുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്ക് മടുത്തു ആനന്ദേട്ടാ. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ ഈ കേസ് പിൻവലിക്കാൻ കോടതിയോട് ഞാൻ അഭ്യർത്ഥിച്ചതെന്നൊക്കെ നമ്മുടെ അനു പറയുന്നുണ്ട്. പക്ഷേ ആനന്ദും ആര്യനും വിട്ടുകൊടുക്കുന്നില്ല. നീ കാണിച്ചത് ഒരു വലിയ മണ്ടത്തന്നെ തന്നെ. ഈ കുടുംബത്തോട് അവൻ ചെയ്ത ക്രൂരതകൾ നീ ഒരു നിമിഷം കൊണ്ട് മറന്നോ മോളെ എന്നൊക്കെയാണ് നമ്മുടെ ആര്യൻ ചോദിക്കുന്നത്. എന്തെല്ലാം നമ്മുടെ കുടുംബത്തിൽ ചെയ്തു, നമ്മുടെ അമ്മയുടെ കൂടെ ചെയ്തത്, ദേവിയേട്ടത്തിയുടെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ആര്യൻ എണ്ണി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാലൻ വന്നിട്ട് പറഞ്ഞു, മതി ഇനിയിപ്പോൾ അവളെ നിങ്ങൾ അധികം ടോർച്ചർ ചെയ്യേണ്ട. അപ്പം നമ്മുടെ ഗോമതിയും പറഞ്ഞു, മതി മക്കളെ, അവളൊരു തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ അതിൽ നമ്മൾ അധികം ഒന്നും പറയണ്ട. അമ്മയ്ക്ക് അങ്ങനെ പറയാം, ആര്യം പറഞ്ഞു. കാരണം അമ്മയുടെ ഏട്ടൻ്റെ മകനാണല്ലോ, അതുകൊണ്ട് അമ്മയ്ക്കൊരു സിമ്പതി സ്നേഹമൊക്കെ തോന്നും. പക്ഷെ
ഞങ്ങൾക്ക് അവനോട് ഒരു സിമ്പതിയും തോന്നില്ല. കാരണം നമുക്ക് വലുത് നമ്മുടെ പെങ്ങളാണ്. അവളുടെ ജീവിതം തുലച്ച് അവനോട് ഒരു അനുകമ്പയും നമുക്ക് തോന്നില്ല. അപ്പോഴേക്കും ആനന്ദ് പറയാണ്, അച്ഛ ഇനി വേണമെങ്കിൽ കണ്ടോ, ഇനി ഇവൻ അനുശ്രീനെ കാണാനായിട്ട് ശ്രമിക്കും അലോക്. അത് കഴിഞ്ഞ് പതുക്കെ അനുവിൻ്റെ പുറകെ നടക്കുക. അത് കഴിഞ്ഞ് അവൻ ഈ കുടുംബത്തോട്ട് വന്ന് അനുവായിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ ആ കൃഷ്ണമംഗലക്കാരെ വിട്ട് ഒരു കല്യാണാലോചന നടത്തും, അനുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി കല്യാണം കഴിച്ച് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവൻ എല്ലാ പണികളും ചെയ്യും. അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛൻ വരച്ചിട്ടോ. അപ്പം നമ്മുടെ ബാലൻ പറഞ്ഞു, എടാ മോനെ അതൊക്കെ വരട്ടെ, എന്തായാലും ഇപ്പോഴും ഈ പ്രശ്നം അങ്ങ് തീർന്നു പോട്ടെ, അതെന്തുകൊണ്ടും അനുമോള് ചെയ്ത കാര്യം തന്നെയാണ് ശരി എന്നിങ്ങനെ ബാലൻ പറയണ്. പക്ഷെ ആര്യൻ്റെ ആനന്ദിൻ്റെ ദേഷ്യം ഒന്നും തീരുന്നില്ല. അച്ഛൻ കണ്ടോ, മിക്കവാറും ഇനിയിപ്പോൾ അലോകിനെ കല്യാണം കഴിക്കില്ല. അഥവാ കഴിച്ചാൽ തന്നെ അവന് ഒരു ഇടി കിട്ടിയിടത്ത് അനുവിന് അവൻ എത്ര ഇടി കിട്ടുന്ന കണക്കുള്ള വേദനകളായിരിക്കും ജീവിതത്തിൽ കൊടുക്കാൻ പോണെന്നും അച്ഛൻ കണ്ടോ. അപ്പോൾ അനു ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അനു നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് അനു നേരെ റൂമിലോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്തായാലും ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്ത്, നിങ്ങളൊക്കെ പോയി കിടക്കുക. എന്തായാലും ആ ഒരു വിഷയം ഇനി സംസാരിച്ച് മോളെ അധികം വേദനിപ്പിക്കണ്ട എന്നിങ്ങനെ ബാലൻ പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ മീനുവും ഇത്രയും പറഞ്ഞു, അതെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങ് അതാ നല്ലത്, ഇനിയിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവളെ മനസ്സിനെ അധികം വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് മീനുവും ഇത്രയും പറഞ്ഞു, അതെ ഇന്ന് ഞങ്ങൾ അനുമോളെ കൂടെ കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ പറഞ്ഞു, എന്തായാലും ആ ഒരു തീരുമാനം എന്തുകൊണ്ട് നല്ലതാ, കാര്യം വേറൊന്നുമല്ല, അവൾക്ക് മനസ്സിനൊരു സമാധാനമാവുമല്ലോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും കിടക്കുമ്പോൾ ആ ഉള്ളിലെ വിഷമമൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഗോമതിക്ക് ഒരു സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ മിത്രയും നമ്മുടെ മീനാക്ഷിയും കൂടെ നമ്മുടെ അനുശ്രീയുടെ അടുത്ത് പോയി കിടക്കുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ഒരു റൂമിൽ കിടന്നിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മിത്ര ശരിക്കും മനസ്സ് തുറന്ന് അനുവിനോട് നന്ദി പറയണ കാര്യം വേറൊന്നുമില്ല, അലോക് എത്രത്തോളം മോശപ്പെട്ടവനാണെന്ന് നീ പറയാണ്ട് തന്നെ എനിക്കറിയാം, ഒരുപാട് ക്രൂരതകൾ അവൻ ചെയ്തു. പക്ഷേ മോളെ ഒരു കാര്യം പറഞ്ഞിട്ട്, നീ ഇന്നെടുത്ത ഈ ഒരു തീരുമാനം പലർക്കും, നമ്മുടെ രണ്ട് കുടുംബക്കാർക്കും സംബന്ധിച്ചും പലരുടെയും മനസ്സിന് അത്രയേറെ സമാധാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മിത്രേട്ടത്തെ, കാരണം എനിക്കെന്തോ അലോകിൻ്റെ കണ്ണുകളിൽ അവനൊരു പശ്ചാത്താപം, അതായത് ചെയ്തു പോയതൊക്കെ ഒരു തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്, തോന്നി അത് ഒരു കാരണമാണ് എന്ന് പറഞ്ഞു. മീനു പറഞ്ഞു, അങ്ങനെ അവനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം അവൻ ഇനി ഇങ്ങനെ ഒരു മനമാറ്റം വന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലും വേറെ എന്തെങ്കിലും കാരണം കാണും എന്ന് മീനാക്ഷിയും പറഞ്ഞു. കാരണം മീനാക്ഷിക്ക് അലോകിനെ അത്ര ഇഷ്ടമല്ല, കാരണം അലോകിൻ്റെ ആ ഒരു ക്രൂരതകളെല്ലാം മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം, എവർക്കും അറിയാം. എങ്കിലും അലോകിനെ ഉൾക്കൊള്ളാനായിട്ട് മീനാക്ഷിക്ക് ഒട്ടും തന്നെ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജശ്രീ അച്യുതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ വക്കീൽ മിടുക്കം തന്നെ അല്ലേ അച്ചോട്ടാ, നമ്മുടെ അലോകിനെ രക്ഷിച്ചെടുത്തല്ലോ. രക്ഷിച്ചെടുത്തു അച്യുതൻ പറഞ്ഞു. അതെ, ദേവമംഗലത്തെ അനുശ്രീയുടെ ഒരു ഔദാര്യം കൊണ്ടാടി നിൻ്റെ മോന് വെളിയിലിറങ്ങിയത്, അല്ലെങ്കിൽ ഇപ്പം കാണായിരുന്നു, അല്ലാണ്ട് വക്കീലിൻ്റെ മിടുക്കൊന്നുമില്ല. എന്തൊക്കെയാ അച്ചുവേട്ട പറയണേ? അതേടി, നമ്മുടെ മോന് അവൾ കൊടുത്ത ഒരു ഔദാര്യം മാത്രമാണ് ഈ ഒരു ശിക്ഷയിൽ നിന്നുള്ള ഒരു ഇളവ്, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നിന്നുള്ള ഇളവെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഞാനൊന്നും പറയില്ല, എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു, കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിൻ്റെ മോൻ്റെ വേറൊരു പെർഫോമൻസും കൂടെ ഉണ്ടായിരുന്നു. പെർഫോമൻസോ? എന്തൊക്കെയാ അച്ചുവേട്ടാ ഈ പറയണത്? അതേന്നേ, കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ അവളുടെ കാല് പിടിച്ചിരിക്കണു. എത്ര ആൾക്കാരാണ് നോക്കി നിൽക്കണേ, എൻ്റെ തൊലി ഉരുകയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടോ, ആകെ ഭ്രാന്ത് പിടിച്ചു. അവളുടെ കാല് പിടിച്ച് അവൻ മാപ്പ് പറയാൻ പോയിക്കണു. എന്തൊക്കെയാ അച്ചുവേട്ടാ ഈ കേൾക്കണേന്ന് രാജശ്രീ ചോദിക്കണം. അതേന്നേ, എവനെന്തോ ഭ്രാന്ത് പിടിച്ചെന്ന് എനിക്ക് തോന്നണത്, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. അപ്പോഴേക്കും നമ്മുടെ അനന്തം പറഞ്ഞു, എടാ അച്ചു, നീ അതിൽ ഇത്രയും വലിയൊരു ഇതൊന്നും കാണിക്കണ്ടേ, കാരണം അവൻ ഈ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് അവൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും, അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ ഒരു മാറ്റമൊക്കെ വരൂടാ, അതങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ അനന്തം പറയണ. അച്യുതനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് കേസ് തോക്കുന്നത് പോലെ ആയിപ്പോയി എന്നൊരവസ്ഥയാണ് അച്യുതൻ്റേത്. കാരണം ഈ അലോകിൻ്റെ ഇപ്പോഴത്തെ ഒരു കാണിക്കൽ ആ രീതിയിലാണ്. ഇവിടെ കൃഷ്ണമംഗലത്ത് എത്തിക്കഴിഞ്ഞിട്ടും അലോകിന് വലിയ സംസാരമോ അല്ലെങ്കിൽ ആ ഒരു രീതി ഒന്നുമില്ല. ആ റൂമിൽ തന്നെ ഇങ്ങനെ ഒരു മൂകയായിട്ട് ഇങ്ങനെ കിടക്കലാണ് കേട്ടോ. അലോകിന് റൂമിൽ ചെന്നിട്ടാണെങ്കിലും അനുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അനു ഇവിടെ കുറേ നാൾ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു. എന്തോ വല്ലാത്തൊരു കുറ്റബോധം. അലോക് കുറേ നേരം ആ റൂമിൽ ആ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വല്ലാണ്ട് മനസ്സ് വേദനിച്ചുള്ള ഒരു കരച്ചിൽ.
പറച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അനന്തൻ പറഞ്ഞു ഇനിയിപ്പോൾ അവനെ ഒന്നും പറയണ്ട നീ, കാരണം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കുറ്റബോധം തോന്നിയത് നല്ലതിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇനി അവനെ അധികം പറഞ്ഞൊന്നും വിഷമിപ്പിക്കേണ്ടെന്ന് അച്യുതൻ്റെ അടുത്തും പറഞ്ഞു അനന്തൻ, അതുപോലെ നമ്മുടെ രാജശ്രീയുടെ അടുത്തും പറയണ. അപ്പോൾ ഇന്ദിരാമ്മയും പറഞ്ഞു അതെ ഇനിയിപ്പോൾ അവനൊരു മനമാറ്റം വന്നെങ്കിൽ അത് നല്ലതല്ലേ അച്യുത, നിങ്ങളതിന് കുറ്റപ്പെടുത്തി ഇനി അടുത്ത വിഷം അവൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൊരു സൂക്കേട് അതാണ്. അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് അവനെ ഈ ഒരു ജീവിതം ഇങ്ങനത്തെ ഒരു ജീവിതത്തിലോട്ട് മാറ്റിയെടുത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അച്യുതനും രാജശ്രീക്കും തന്നെയാണ്. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റണില്ല കേട്ടോ അവർക്ക്. കാരണം ഇന്ദിരാമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരു കണക്കിന് ഒരു 100% അച്യുതൻ്റെയും രാജശ്രീയുടെയും ഈ ഒരു സംസാരവും ഇതൊക്കെ തന്നെയാണ് അലോക് ഇത്രയും വഴിതെറ്റാൻ കാരണം. അങ്ങനെ അലോകിന് കിടന്നിട്ട് ഒന്നും ഉറക്കം പറഞ്ഞില്ല കേട്ടോ. അലോകിൻ്റെ മനസ്സ് മുഴുവനും അനുമോളുടെ കുറിച്ചുള്ള വിചാരങ്ങളാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയ സമയത്ത് അലോക് മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. അനുവിനെ ഒന്ന് നേരിട്ട് കാണണം, കണ്ടൊന്നും മാപ്പ് പറയണം. കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞെങ്കിലും മനസ്സ് തുറന്ന് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണമംഗലത്ത് ആ മുറ്റത്ത് അലോക് ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ ഇന്ദിരാമ വന്നിട്ട് ചോദിച്ചു, അല്ല അലോക് നീ എന്തിനാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, നീ എന്തുദ്ദേശം ഈ നടക്കണേ? അപ്പോൾ നീ ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ വെറുതെ ഇങ്ങനെ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട്. കാറ്റ് കൊള്ളാൻ? അതെ, അനുവിനെ കാണാൻ വേണ്ടിയിട്ടാണോ ഈ നടപ്പ് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ടെന്ന് ഇന്ദിരാമ്മ പറഞ്ഞ്. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതെ, നീ ഇനി വേണ്ടാത്തതിനൊന്നും പോണ്ട. ഇന്നലെ നീ അവളോടല്ലേ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു മാപ്പ് അപേക്ഷയുടെ കാര്യമൊന്നുമില്ല. നിനക്കറിയാലോ നിൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതൊരിക്കലും നടക്കാൻ പോണില്ല. കാരണം അവൾ ഒരിക്കലും നിന്നെ ഉൾക്കൊള്ളില്ലടാ മോനെ. ഇനി വെറുതെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് മോനായിട്ട് പോകണ്ട നീ. കാരണം അവളുടെ നല്ലൊരു ജീവിതം, നല്ലൊരു കല്യാണമായിരുന്നു ആ ജീവനൊത്തുള്ളത്. നീ കാരണം അത് നശിപ്പിച്ചത്. അപ്പോഴാണ് അലോക് ആലോചിക്കുന്നത്, ഒരു കണക്കിന് ഞാൻ എന്തിനാണ് ഇനിയിപ്പോൾ അനുവിൻ്റെ പുറകെ നടക്കുന്നത്? അവൾക്ക് എത്രയും നല്ലൊരു പയ്യൻ തന്നെയാണ് ജീവനുമായിട്ടുള്ള ആ ഒരു വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ അലോക് മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു, അവളുടെ ആങ്ങളമാരെ അറിയാലോ, നിന്നെ കിട്ടിയ ഇനി ഇടിക്കാൻ നിൻ്റെ ശരീരത്ത് ബാക്കി ഒന്നുമില്ല. വെറുതെ ഇനി നിൻ്റെ ശരീരം കേടാക്കണ്ട, എൻ്റെ മോനല്ലേ, നീ ഇങ്ങി കയറിപ്പോരെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ പോവുകയാണ്. അപ്പോഴേക്ക് അലോക് അതിൻ്റെ ഒപ്പം കയറിപ്പോയിട്ട് അലോക് ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് എന്തുകൊണ്ടും നമ്മുടെ അനുവിന് യോജിച്ച പയ്യൻ തന്നെയാണ് ജീവൻ. അപ്പോൾ ആ ജീവനെ കണ്ട് സംസാരിച്ച് ഈ കല്യാണം ഒന്നും കൂടെ ഒന്ന് എല്ലാവർക്കും സമ്മതമായി നടത്താനുള്ള ഒരു ഇത് അലോക് ആലോചിക്കുകയാണ്. അങ്ങനെ അലോക് എത്രയും പെട്ടെന്ന് ബാങ്കിലോട്ട് പോവുകയാണ്. അപ്പോൾ ജീവന് പെട്ടെന്ന് അലോകിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ജീവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അലോകാണ്. അപ്പോൾ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് ജീവൻ ഇങ്ങനെ പറയണം. അപ്പോൾ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് നേരം ഒന്ന് ജീവനുമായിട്ട് സംസാരിക്കണമെന്ന് അലോക് പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് തിരക്കാണ്, ഫ്രീ ആവുമ്പോൾ മതി, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ, കുഴപ്പമില്ല, ജോലി നടക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ജീവൻ പെട്ടെന്ന് തിരക്കൊന്ന് ഒഴിവാക്കി ഒന്ന് കഴിഞ്ഞിട്ട് അലോകുമായിട്ട് സംസാരിക്കണം. അപ്പോൾ അലോക് ജീവനുമായിട്ട് മനസ്സ് തുറന്ന് ഒരു കുറ്റബോധത്തോടെ തന്നെയാണ് അലോക് ജീവൻ്റെ മുന്നിലിരിക്കുന്നത്. എന്നിട്ട് അലോക് കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ അനുമോളോട് ജീവിതത്തിൽ ചെയ്തത് ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവൾക്ക് എന്നെക്കാളും യോജിച്ച ഒരാൾ നിങ്ങൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ അവളോട് ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും കാണിച്ചിട്ടില്ല. ഞാൻ ആ ഒരു രീതി പോലും അവളെ നോക്കിയിട്ട് കൂടിയില്ല. എനിക്ക് അവളെ കൂടുള്ള ദേഷ്യവും ആ കുടുംബത്തിനോടുള്ള ആ ഒരു വൈരാഗ്യം മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ തലേ ദിവസം കൊണ്ടുപോയി ആ സമയം വരെ, മുഹൂർത്ത സമയം വരെ അവളെ മാറ്റി അവൾ എൻ്റെ കൂടെ കഴിഞ്ഞാണ് എന്നുള്ളതൊക്കെ വരുത്തി തീർത്ത് നിങ്ങളുമായിട്ടുള്ള കല്യാണം മുടക്കണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ അലോക് പറയണം. അപ്പം ജീവന് എല്ലാം കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അലോക് പറയുന്നുണ്ട്, എന്തായാലും അനുമോൾക്കൊരു ജീവിതം നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കാല് വേണമെങ്കിലും പിടിക്കാം. നിങ്ങളെ ദേവമംഗലത്ത് പോയി അനുമോളുടെ ആ കല്യാണക്കാര്യം ഒന്ന് സംസാരിക്കാവോ എന്നുള്ളതൊക്കെ അലോക് ജീവനോട് സംസാരിക്കണം. അപ്പം ജീവൻ്റെ ഉള്ളിലും ഒരു ചെറിയൊരു ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാണ്ഡ്യൻ 2 വരുന്നത് അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ബാലച്ചൻ ആ കല്യാണ കേസ് അനുവിൻ്റെ ഇങ്ങനെ ഒരു മൈക്ക് സെറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഏതോ ഒരു റിലേറ്റീവ് വഴിയാണ് ജീവൻ അറിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ അനുമോളെ കല്യാണം ആലോചിച്ച് ജീവനും അമ്മയും കൂടെ ചെല്ലുന്നത്. പക്ഷേ ഇതിൽ മലയാളത്തിൽ മിക്കവാറും ഇങ്ങനെ വരാനാണ് സാധ്യത. ഈ അലോക് ചെന്ന് പറഞ്ഞിട്ട് ജീവൻ വീണ്ടും അനുമോളെ കല്യാണം ആലോചിച്ച് വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഉള്ള നമ്മുടെ അലോക് എന്ന് പറയുന്ന ശരിക്കും ഒരു മനസാക്ഷിയും
മനുഷ്യത്വമൊക്കെ ഉള്ള ഒരു അലോകിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ അനുവിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഇത്രയും എടുത്ത് ജീവനെ വന്ന് കണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അനുവിന് വേണ്ടിയിട്ട് ആലോക അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുവഴി ജീവൻ കല്യാണം ആലോചിച്ച് നമ്മുടെ അനുശ്രീയുടെ അടുത്ത് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, മിക്കവാറും അങ്ങനെ വരാൻ വഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിലെ വൺ ട്വിസ്റ്റ് എന്താണെന്ന്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ സാന്ത്വനം 2 ഇനി വരാനുള്ള എപ്പിസോഡുകളുടെ ഒരു ചെറിയ ഇൻട്രോയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.